സാവിയയിൽ ഇപ്പോൾ നമ്മളവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ വരുന്നു. ചിലപ്പോൾ ഷെയ്ഖുനാക്ക് അല്ലെങ്കിൽ നമ്മളവിടെ ഇല്ലാത്തത് കൊണ്ട് പലർക്കും വരാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. ഏകദേശം പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൊക്കെ അവിടെ വന്നു. അപ്പോൾ അവർ പോയിട്ട് ബാക്കിൽ നിങ്ങൾ പോയാൽ ഞങ്ങൾ വോട്ട് ചെയ്യൂലട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അവിടെ ആളുകൾ വിജയിക്കുന്നത്. എന്താ അപ്പം നിങ്ങളെ വിചാരം? മിന്നാമിനിങ്ങിൻ്റെ സ്വഭാവമാണ്. എൻ്റെ ലൈറ്റ് ഇല്ലെങ്കിൽ ലോകത്ത് വെളിച്ചല്ല എന്നാണ് വിചാരം. എന്താ അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ട്? നിങ്ങൾ ഉള്ളതിന് മുമ്പ് ഇവിടെ രാഷ്ട്രീയക്കാരില്ലേ? നിങ്ങൾ 4 ആൾ വന്നിട്ടാണോ, ഈ 4 മൊയ്ലിയന്മാരുണ്ടായിട്ടാണോ ഇവിടെ രാഷ്ട്രീയ പാർട്ടി ജയിക്കലും തോൽക്കലൊക്കെ? പൊതുജനങ്ങളിലൂടെ അതിലിടപെടുന്നത്. രാഷ്ട്രീയക്കാരോടും പറയാണ് ഇവരേത് പാർട്ടിയെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞു അപ്പാർട്ടി തോൽക്കും, യാതൊരു സംശയമില്ല. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രസംഗിക്കുന്നത് ഇന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇന്ന മുന്നണിയെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് പരസ്യമായി പറയാൻ. ജയിച്ചതിൻ്റെ ശേഷം ആർക്കും പറയാം ഞങ്ങളെ വോട്ട് കൊണ്ടാ ജയിച്ചത്. അതിപ്പോൾ ആർക്കും പറഞ്ഞൂടെ? അതല്ല എൻ്റെ ചോദ്യം. ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് കൊണ്ട് നിങ്ങൾ അത്ര വലിയ ശുചായികളാണ്, കുരുവട്ടൂരിൽ വരുന്ന രാഷ്ട്രീയക്കാരെ വരെ നിരീക്ഷിച്ചിരിക്കാൻ അവരെ ഭീഷണിപ്പെടുത്താനും നിങ്ങൾ ആ പ്രതിനിധികൾ നമ്മളോട് പറയുന്നുണ്ട്. എന്താ അവരിങ്ങനെ നിങ്ങളെ പോലെ അളക്കാണ്? രാഷ്ട്രീയക്കാരാകുമ്പോൾ വോട്ടുള്ളവർക്കൊക്കെ ഓല പോലെ അതിൻ്റെ പേരിൽ ഓല ഭീഷണിപ്പെടുത്തുക. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നിന്നോളി, ഓലില്ലാറ് ഞങ്ങൾ ജയിക്കും. മണ്ണാർക്കാട് തെളിവല്ലേ അതിൻ്റെ? ഓരോന്നും അതിൻ്റെ തെളിവല്ലേ? ഞാൻ പറയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയെ പിന്തുണച്ചാൽ അവർ തോൽക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കാം, എന്നിട്ട് ആരാ ജയിക്കാൻ നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ വരിങ്ങൾ കറാമത്തുള്ളവരല്ലേ അപ്പുറത്തുള്ളത്, ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരി. അല്ലെങ്കിൽ നിങ്ങൾ 4 മൊയ്ലിയന്മാരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അബ്ദുൽ ഹക്കീം അസറിനെ കൊടുവള്ളിയിൽ മത്സരിപ്പിക്കി, കുന്നമംഗലത്ത് പേരോണ്ടി മത്സരിപ്പിക്കുക, കുറ്റിയാടിയായാലും കുഴപ്പമില്ല. എന്നിട്ട് സ്വന്തം നിന്ന് സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച് വരി MLA ആയി. അപ്പം ഞങ്ങൾ അംഗീകരിച്ചു തരാം, ഞങ്ങൾക്ക് 4 വോട്ടുണ്ട്. മറ്റേ നിങ്ങൾ മണ്ണാർക്കാട്ടിൻ്റെ ആ വോട്ടിൻ്റെ അന്നില്ലേ അലോൺസൊക്കെ എന്തായിരുന്നു? ഇന്ന് നമ്മുടെ മണ്ണാർക്കാട് മുഴുവനും വെള്ളപ്പട്ടാളം ഒഴുകുകയാണ്. ഏതാ വെള്ളപ്പട്ടാളം? ഒരൊറ്റൊന്നിനും വോട്ടില്ല. ഇവിടുന്നാണ് പോയതാ, കോഴിക്കോട്ടൊന്നും മലപ്പുറത്തൊന്നും. തോറ്റ് തുന്നം പാടിയില്ലേ? അപ്പം ഇവരെ പിന്നാലെ പോയാൽ നഷ്ടേ ഉണ്ടാവുള്ളൂ, ഉറപ്പ്. കാരണം ഒരു മതമില്ലാത്ത ടീമാണ് ഇവർ. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും മതപ്പതിച്ച വേറൊരു ടീം ഉണ്ടായിട്ടില്ല. എവിടേക്കാണ് നിങ്ങൾ ഈ പോകുന്നത്? അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട, രാഷ്ട്രീയ പാർട്ടിക്കാരെ ഭയപ്പെടുത്തിയിട്ട് നേതാവാകാനും നോക്കണ്ട. അത്ര ഉസാറുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തി എന്നിട്ട് വിജയിപ്പിച്ച് കാണിച്ചേരി, അതല്ലേ ചെയ്യേണ്ടത്. അതിനൊക്കെ നിങ്ങളൊരു 1000 കോടി ജന്മം ജനിക്കേണ്ടി വരും, എന്നാലും നടക്കില്ല അതൊന്നും.